കാലത്ത് നമ്മൾ കമ്പനി തുടങ്ങാൻ മുതൽ മുടക്കിന് ഇഷ്ടം പോലെ അവസരങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പം ഞങ്ങൾ 20 ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ്. അതിൽ 2 പേര്, ഞാനും അരവിന്ദാക്ഷൻ നായർ എന്ന് പറഞ്ഞ ചേട്ടനും, ഞങ്ങൾ 2 പേരാണ് അതിൻ്റെ ഡയറക്ടർമാർ. ഞങ്ങളുടെ കൂടെ ഒരു 6ഓളം പേര് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനുണ്ട്. മൊത്തം 20 ഷെയർ ഹോൾഡേഴ്സാണ് ഉള്ളത്. കൃഷിയെയും ബിസിനസ്സിനെയും സ്നേഹിക്കുന്ന ഒരുപറ്റം ചങ്ങാതിമാരുടെ കൂടിയാലോചനയിൽ പിറന്ന ആശയമാണ് ആനിക്കാട് അഗ്രോ ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. രസ്യം എന്ന ബ്രാൻഡ് നെയിമിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രൈഡ് ഐറ്റംസ് ഇന്ന് കടലും കടന്ന് അങ്ങ് UK-യിലും എത്തിയിരിക്കുകയാണ്, നാവിൽ രസമുകുളങ്ങൾ വിരിയിക്കാൻ. നമസ്കാരം, ഞാൻ ജോബിത അഭിലാഷ്. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ സൺഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രസ്യം എന്ന് പറഞ്ഞാൽ സംസ്കൃതം രസിപ്പിക്കുന്നതെന്നാണ്. ഉപ്പേരികൾ ഇഷ്ടമില്ലാത്തവരുണ്ടോ? കറുമുറ കുറിക്കുന്ന ഉപ്പേരികൾ മലയാളിക്ക് എന്നും പ്രിയങ്കരമാണ്. അത് 4 മണിക്കാപ്പിക്കൊപ്പമായാലും ഇടനേരങ്ങളിലായാലും മലയാളിയുടെ ഉപ്പേരി പ്രേമം മനസ്സിലാക്കി തന്നെയാണ് വിവിധ ഫ്ലേവറുകളിൽ ഉപ്പേരികൾ വിപണിയിലെത്തുന്നത്. ഈ സാധ്യത തിരിച്ചറിഞ്ഞാണ് കർഷകരും ബിസിനസ്സുകാരും IT പ്രൊഫഷണൽസും റിട്ടയർഡ് പ്രൊഫഷണൽസും പ്രവാസികളുമൊക്കെ അടങ്ങുന്ന കോട്ടയം പള്ളിക്കത്തോട് ആനിക്കാടുള്ള ഈ ചങ്ങാതിക്കൂട്ടം രസ്യം എന്ന ബ്രാൻഡ് നെയിമിൽ 20ഓളം ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാക്കി വിപണിയിലെത്തിക്കാൻ തീരുമാനിച്ചത്. കപ്പ ചിപ്സ്, കായുപ്പേരി, പക്കാവട, മിക്സ്ചർ തുടങ്ങി 20ഓളം ഫുഡ് പ്രൊഡക്റ്റുകളാണ് രസ്യം ഇന്ന് വിപണിയിലെത്തിക്കുന്നതെന്ന് ആനിക്കാട് അഗ്രോ ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടർമാരിലൊരാളായ ശരത് ചന്ദ്രൻ മീനടം പറയുന്നു. മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ നിത്യ ഉപയോഗം എന്ന് പറയുന്ന പോലുള്ള സ്നാക്സ് ഐറ്റങ്ങളാണ് മെയിനായിട്ട് ഞങ്ങളുടെ ഇതിലുള്ളത്. ഈ മിച്ചറ്, പക്കാവട, പിന്നെ കപ്പ ചിപ്സുകൾ, ബനാന ചിപ്സ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഞങ്ങളുടെ ഇതിലുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള ബേക്കറികളിൽ കാണുന്നത്, സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന എല്ലാ ഐറ്റങ്ങളും, വേണ്ട 30ഓളം ഐറ്റങ്ങൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിലൊരു 15 ഐറ്റമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ UK-ക്ക് അയച്ചത്. 2022 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി രജിസ്റ്റർ ചെയ്ത ആനിക്കാട് അഗ്രോ ഫുഡ് പ്രോഡക്ട്സ് തൊട്ടടുത്ത വർഷം തന്നെ ചിപ്സ് ഉൽപാദനം ആരംഭിച്ചു. നാട്ടുകാരനും പ്രവാസിയുമായ സെബാസ്റ്റ്യനാണ് പള്ളിക്കത്തോട് ആനിക്കാട് കേന്ദ്രീകരിച്ച് ഒരു ഭക്ഷ്യോൽപാദന യൂണിറ്റിന്റെ സാധ്യതകൾ ആദ്യം തിരിച്ചറിഞ്ഞത്. കേരളത്തിൽ നിന്നുള്ള പ്രമുഖ കമ്പനികളുടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ UK-യിൽ എത്തിച്ച് വിപണനം ചെയ്യുന്ന അവിടുത്തെ പ്രമുഖ ഡീലറാണ് സെബാസ്റ്റ്യൻ. നമ്മൾ 2022 നമ്മളിതിന് കമ്പനി രൂപീകരിച്ചത്. 2023 പ്രൊഡക്ഷൻ തുടങ്ങി. പള്ളിക്കത്തോട് കേന്ദ്രീകരിച്ച് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, പള്ളിക്കത്തോട് അരവിന്ദ വിദ്യാമന്ദിരത്തിൻ്റെ മാനേജ്മെൻറ്റ് നടത്തിപ്പുകാരായ കുറേ സുഹൃത്തുക്കൾ അവരവിടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് ഇത് പ്രാവർത്തികമാക്കിയത്. അപ്പം പള്ളിക്കത്തോട് തന്നെയുള്ളവർ, അവരുടെ സഹപാഠിയായിട്ടുള്ളൊരു മിസ്റ്റർ സെബാസ്റ്റ്യൻ ഉണ്ട്. അദ്ദേഹം UK-യിൽ ഈ സെയിം ഫീൽഡിൽ അവിടുത്തെ മെയിൻ ഡിസ്ട്രിബ്യൂട്ടർ, ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള പ്രമുഖ കമ്പനികളുടെ ഐറ്റങ്ങളെടുത്ത് ഫുഡ് ഐറ്റങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിന് വച്ച നിർദ്ദേശം ഇവർ സ്വീകരിച്ച് അങ്ങനെയാണ് ഈ പള്ളിക്കത്തോട് കേന്ദ്രീകരിച്ച് ഇങ്ങനൊരു ആശയം ഉണ്ടായത്. ഇരുപത് പേരടങ്ങുന്ന ഈ ചങ്ങാതിക്കൂട്ടം ഒരേ മനസ്സോടെ ഒത്തുചേർന്നപ്പോൾ മൂലധന സമാഹരണം എളുപ്പമായി. ഓരോരുത്തരും 5 ലക്ഷം രൂപ വീതം നിക്ഷേപിച്ച് കമ്പനിയുടെ ഓഹരി ഉടമകളായതോടെ 1 കോടി രൂപ കമ്പനിക്ക് മൂലധനമായെത്തി. പിന്നീട് കാര്യങ്ങൾ അതിവേഗം നീങ്ങി. 30 ലക്ഷം രൂപ മുടക്കി കമ്പനിക്ക് സ്വന്തമായി കെട്ടിടം പണിതു. ഓഫീസും പ്രൊഡക്ഷൻ യൂണിറ്റും സ്റ്റോർ റൂമും ഉൾപ്പെടെ 2200 സ്ക്വയർ ഫീറ്റിലാണ് രസ്യം ഇന്ന് പ്രവർത്തിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്നും കമ്പനിയിലേക്ക് ആവശ്യമായ മെഷീനറികൾ വാങ്ങി. ഇതിന് ഏകദേശം 22 ലക്ഷം രൂപയുടെ നിക്ഷേപം വേണ്ടിവന്നു. ഉൽപാദനം തുടങ്ങിയപ്പോൾ മാർക്കറ്റിംഗ് ആവശ്യങ്ങൾക്കായി ഡെലിവറി വാഹനങ്ങൾ വാങ്ങുന്നതിനും ജനറേറ്റർ വാങ്ങുന്നതിനുമായി 25 ലക്ഷം രൂപയോളം ബാങ്ക് വായ്പയും എടുത്തു. മൊത്തം 1.25 കോടി മുതൽ മുടക്കിൽ ആരംഭിച്ച ആനിക്കാട് അഗ്രോ ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉൽപാദനം ആരംഭിച്ച് 1 വർഷത്തിനുള്ളിൽ തന്നെ 1 കോടി രൂപ വിറ്റുവരവ് നേടിയെന്നത് ശ്രദ്ധേയമാണ്. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഒരു 2 കോടി രൂപ ഷെയർ ക്യാപിറ്റൽ 20 പേര് 10 ലക്ഷം രൂപ വീതം എടുത്ത് ആരംഭിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്.
അതിൽ 1 ലക്ഷം രൂപ 1 കോടി രൂപ ഞങ്ങൾ ഓൾറെഡി റേസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത 2 വർഷം കൂടെ കൂടി കുറച്ച് ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്തപ്പോൾ നമ്മുടെ പൂവത്തളപ്പ് ബ്രാഞ്ചിലാണ് നമ്മുടെ അക്കൗണ്ട് ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ മാനേജർ ഒരു വിനോദ് തദേവസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഞങ്ങൾ ഈ പ്രോജക്റ്റ് കാണിച്ചപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫുൾ സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് SBI നിന്ന് ഒരു 25 ലക്ഷം രൂപ പ്രോജക്റ്റ് അനുസരിച്ച് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് അനുവദിക്കുകയും അതുകൂടാതെ ഒരു 30 ലക്ഷം രൂപയോളം വണ്ടികളെ, ജനറേറ്റർ ഇതിനൊക്കെ ആയിട്ട് കിട്ടുകയും ചെയ്തു. അങ്ങനെ 55 ലക്ഷത്തോളം രൂപ നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ പ്രധാന കാർഷിക മേഖലകളിലൊന്നാണ് പള്ളിക്കത്തോട്. അതുകൊണ്ട് കർഷകർക്ക് കൂടി പ്രയോജനം കിട്ടുന്ന കാർഷിക മേഖലയെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കണം തങ്ങളുടെ സംരംഭമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിപ്സ് ഉണ്ടാക്കുന്നതിനാവശ്യമായ കപ്പ, ചക്ക, ഏത്തക്കായ പോലുള്ള റോ മെറ്റീരിയൽസ് നാട്ടുകാരായ കർഷകരിൽ നിന്ന് തന്നെയാണ് സംഭരിക്കുന്നത്. ആവശ്യത്തിന് തികയാതെ വരുമ്പോൾ മറ്റ് വിപണികളെയും ആശ്രയിക്കാറുണ്ട്. തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ വൃത്തിയും വെടിപ്പുമുള്ള സാഹചര്യങ്ങളിലാണ് രസ്യത്തിന്റെ ഉൽപാദനം നടക്കുന്നത്. നമ്മൾ ഈ കമ്പനി രൂപീകരിച്ചപ്പം തന്നെ ഇപ്പം നമ്മളൊരു ഗ്രാമപ്രദേശമാണ് പള്ളിക്കത്തോടെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കൂടെ വന്ന ആൾക്കാർക്കുള്ള ഒരു മനസ്സിലുണ്ടായിരുന്നത് തോന്നുന്നത് നമ്മുടെ ഇവിടെയുള്ള കർഷകരെ ഒരു ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അവരിൽ നിന്നുള്ള കപ്പ, പിന്നെ ഏത്തക്ക, അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കൃഷി ചെയ്യിപ്പിക്കുകയും ചെയ്യാം എന്നുള്ളൊരു ഒരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ചക്ക ഇങ്ങനെയുള്ളതെല്ലാം ഇവിടെ തന്നെ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മാക്സിമം എടുക്കും. പിന്നെ ഇവിടെ തികയാതെ വരുന്നത് നമുക്ക് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നൊക്കെ ഇവിടെ എത്തിച്ചു തരാനുള്ള ആളുമുണ്ട്. പിന്നെ ബാക്കിയും മറ്റ് ഐറ്റങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്, ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് തന്നെ എടുക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംരംഭകർക്ക് മികച്ച പിന്തുണയാണ് നൽകുന്നതെന്ന് ശരത് ചന്ദ്രൻ പറയുന്നു. അപ്പം നമ്മൾ ഈ ഇന്നത്തെ കാലത്ത് നമ്മൾ കമ്പനി തുടങ്ങാൻ മുതൽ മുടക്കിന് ഇഷ്ടം പോലെ അവസരങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമുക്ക് നൽകുന്നുണ്ട്. പ്രൊഡക്ഷൻ യൂണിറ്റിലും ഓഫീസിലും സെയിൽസിലും ഉൾപ്പെടെ 10 ജീവനക്കാരാണ് ഇവിടെയുള്ളത്. വീടിനടുത്ത് തന്നെ ഇങ്ങനെയൊരു സ്ഥാപനം വന്നതുകൊണ്ട് സ്ഥിരം ജോലിയും വരുമാനവും കിട്ടുന്നുണ്ടെന്ന് ജീവനക്കാരായ സുനുവും ചിന്നുവും പറയുന്നു. വീടിനടുത്ത് ഇത്രയും നല്ലൊരു സ്ഥാപനം വന്നതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾക്കൊരു സ്ഥിര വരുമാനവുമാണ്, എന്നും ജോലിയുമുണ്ട്. ഇവിടെ ജോലിക്കെത്തിയതോടെ കൃത്യമായ ശമ്പളവും ഭക്ഷണവും താമസവും കിട്ടുന്നുണ്ടെന്ന് തമിഴ്നാട് സ്വദേശികളായ സച്ചിനും സെൽവനും പറയുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് മാസങ്ങളായതുള്ളൂ. ഇവിടെ മന്ത്ലി സാലറിയാണ്, ഫുഡും റൂമും എല്ലാം ഫ്രീയാണ്. അപ്പോൾ നമുക്ക് ഒരു ഗവൺമെൻറ് ജോലി പോലെ മാസം മന്ത്ലി കറക്റ്റായിട്ട് സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് പണിതപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു കറക്റ്റായിട്ട് വീട്ടിലേക്ക് സാലറിയൊക്കെ അയക്കുന്നുണ്ട്, വീട്ടിലും ഒരു സന്തോഷമുണ്ട്, നമുക്കും ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഉൽപാദനം ആരംഭിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ രസ്യം കടലും കടന്നു. 6 ടണ്ണോളം വരുന്ന രസ്യം ഉൽപ്പന്നങ്ങളുമായി ആദ്യ കണ്ടെയ്നർ കൊച്ചിയിൽ നിന്നും UK-യിലേക്ക് കപ്പൽ കയറി. ഓരോ മാസവും 4 കണ്ടെയ്നറുകൾ വീതം UK-യിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രസ്യം. സ്നാക്സ് ഐറ്റങ്ങളാണ് മെയിനായിട്ട് ഞങ്ങളുടെ ഇതിലുള്ളത്. ഈ മിച്ചർ, പക്കാവട, പിന്നെ കപ്പ ചിപ്സുകൾ, ബനാന ചിപ്സ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഞങ്ങളുടെ ഇതിലുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള ബേക്കറികളിൽ കാണുന്നത്, സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന എല്ലാ ഐറ്റങ്ങളും 30ഓളം ഐറ്റങ്ങൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിലൊരു 15 ഐറ്റമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ UK-ക്ക് അയച്ചത്. ഷെൽഫ് ലൈഫ് നമ്മുടെ ഇവിടെ നോർമൽ കേസിൽ 45 to 60 days ആണ് നമ്മുടെ ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ UK-യിൽ ചെയ്യുന്നത് 2 year ആണ്. അപ്പോൾ അവിടുത്തെ നമുക്ക് അങ്ങോട്ട് അയക്കുന്നതിൽ 2 year എക്സ്പയറിയിലാണ് അയക്കുന്നത്. ഇവിടെയാണ് ലോക്കലിൽ 45 to 60 ആണ്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് അതിന് യോജിക്കുന്നതുകൊണ്ട് 2 year അവർക്ക് പ്രശ്നമില്ല. അവിടെ വരെ ചെല്ലുന്ന വരെയുള്ള സാവകാശം കിട്ടിയാൽ മതി. കഴിഞ്ഞാൽ പിന്നെ ഷെൽഫ് ലൈഫ് അവിടെ UK-യിൽ കൂടുതൽ കിട്ടും. കേരളത്തിൽ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് നിലവിൽ രസ്യത്തിന് വിപണിയുള്ളത്. കേരളത്തിന് പുറത്ത് ഗുജറാത്തിലേക്ക് വിപണി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് രസ്യം.
ഗുജറാത്തിൽ നമ്മുടെ ഒരു മലയാളി കുറേ സൂപ്പർ മാർക്കറ്റുകളൊക്കെ നടത്തുന്നവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഇവിടുന്ന് ഒരു 10 ദിവസം കൂടുമ്പോൾ ഇവിടുന്ന് വണ്ടി പോകുന്നുണ്ട് സാധനങ്ങളുമായിട്ട്. അങ്ങനെ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് അവിടെ മാർക്കറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഷോപ്പുകളിൽ ചെയ്യാൻ അത് ഉടനെ ആരംഭിക്കും. ഓർഡർ തന്നു, നമ്മൾ അടുത്ത ആഴ്ച മുതൽ അത് അയക്കും. അവർക്ക് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പം നമ്മൾ പല കോവിഡ് സമയത്താണ് ഇത് പ്ലാൻ ചെയ്തത്. അങ്ങനെ കുറേ ഡിലേ വന്ന സമയത്ത് നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നമ്മൾ സപ്ലൈ ആരംഭിച്ചു. അപ്പം നമ്മൾ 2 വണ്ടികളിൽ നമ്മൾ ഈ ലോക്കൽ മാർക്കറ്റിൽ സപ്ലൈ കോട്ടയം ജില്ലയിലെ കുറേ ഏരിയകളിലൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 3 ഡിസ്ട്രിബ്യൂട്ടർ എറണാകുളം, പത്തനംതിട്ട ഭാഗത്തൊക്കെ ഡിസ്ട്രിബ്യൂട്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ വിപണിയിലും ഒരു കൈ നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രസ്യം. അതിന്റെ ഭാഗമായി ആമസോണുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. നമ്മുടെ ഓൺലൈൻ മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളായിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ നമ്മളത് ആമസോൺ വഴി നമ്മുടെ രസ്യം ഐറ്റങ്ങൾ ലഭ്യമാകും. വിപണി കൂടുതൽ വിപുലീകരിക്കുക, ചിപ്സുകൾ പുതിയ രുചികളിൽ വിപണിയിലെത്തിക്കുക എന്നിവയാണ് രസ്യത്തിന്റെ അടുത്ത പടിയെന്ന് ഡയറക്ടർമാരിലൊരാളായ റിട്ടയർഡ് RBI ഉദ്യോഗസ്ഥൻ BN അരവിന്ദാക്ഷൻ നായർ പറയുന്നു. നാട്ടിൽ സുലഭമായി കിട്ടുന്ന നാടൻ പഴങ്ങൾ സംഭരിച്ച് സംസ്കരിക്കാനും രസ്യത്തിന് പദ്ധതിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത പ്രോഗ്രാം ഇത് നമ്മൾ അച്ചീവ് ചെയ്തത് കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൺസോളിഡേറ്റ് ചെയ്യുക വെച്ചാൽ ഒരു മാസത്തിൽ 3-4 കണ്ടെയ്നർ അയക്കുക. ഇവിടെ തന്നെ നമ്മുടെ ഏജൻസി വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കൂടി നമ്മുടെ ലോക്കൽ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. ഫ്രൂട്ട്സ് ഏറ്റവും മുന്നിൽ നമ്മൾ മിക്കവാറും എല്ലാ വീടുകളിലും പപ്പായ. അതിലൊരു ഞാൻ ഇവിടെ കാണുന്ന ഒരു 50% ഓർ മോർ ദാൻ 50% വേസ്റ്റായി പോവുകയാണ്. അതുപോലെ ചക്ക. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ചെറിയ പ്ലാവൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ വലിയ പ്ലാവേൽ ചിലപ്പം കായ്ക്കും. ഇതെല്ലാം കൂടെ പഴുത്ത് പെട്ടെന്ന് പോവുക, ആരും അല്ലെങ്കിൽ അത് കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് ഫ്രൂട്ട് പ്രോസസ്സിങ് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേറെ മെഷീനറിക്ക് വേണ്ടി വരും, ഫ്രീസറും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഹോട്ടൽ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്നതുകൊണ്ട് തന്നെ രസ്യത്തിലെ ജോലി ഏറെ സന്തോഷം നൽകുന്നുണ്ടെന്ന് സൂപ്പർവൈസർ ജയദേവൻ പറയുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഫുഡ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഹോട്ടൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ്. രാവിലെ തൊട്ട് ഓരോ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് റോ മെറ്റീരിയൽ പർച്ചേസിങ്, പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ, പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകുന്ന ഒരാളാണ്. കേവലം 1 വയസ്സ് മാത്രം പ്രായമുള്ള രസ്യം എന്ന ബ്രാൻഡിന് നാളുകളിൽ വളർച്ചയുടെ പടവുകൾ കയറാനും ആനിക്കാടെന്ന ചെറിയ ഗ്രാമത്തിന്റെ മേൽവിലാസമാകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു സംരംഭക വിജയഗാഥയുമായി അടുത്ത സൺഡേ സ്പെഷ്യലിൽ കാണും വരെ നന്ദി, നമസ്കാരം.